റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സമസ്തയിൽ വീണ്ടും വിഭാഗീയത. പട്ടിക്കാട് ജാമിയ നൂരിയയിലെ അധ്യാപകനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ അധിക്ഷേപിച്ചതിനാണ് മുഷാവറ അംഗം അസ്ഹർ അലി ഫൈസിയെ ജാമിയ കമ്മിറ്റി പിരിച്ചുവിട്ടത്. മറ്റന്നാൾ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമത്തിന് ഞാൻ ന്യൂസ് കണ്ടപ്പോഴേ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. ഒരു വിഷയം പറഞ്ഞു. പെരിന്തൽമണ്ണയിലെ പരിപാടി സമ്മേളനം നടത്തുന്നത് ലീഗ് വിരുദ്ധരാണെന്ന്. സമസ്തയിലെ ലീഗ് വിരുദ്ധ ഒരു വിഭാഗമല്ലോ. അപ്പൊ മാധ്യമങ്ങൾ ഒരു അവസ്ഥ നോക്കി എത്തുമ്പോൾ ഒരു പച്ചപ്പുള്ളി ഇവരൊക്കെ പറഞ്ഞു പരുത്തുന്നുണ്ട്. അതും ആ പെണ്ണ് കോട്ടൊക്കെ ഇട്ട് ഭയങ്കര സംഭവമായിട്ട് വന്ന് മീഡിയക്ക് മുമ്പ് വന്ന് പച്ച നോണകൾ പടച്ചു വിടുക. അതാ ന്യൂസുകളൊന്ന് കേക്കി. ഈ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ കള്ളം പറയോ? അധ്യാപകനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ അധിക്ഷേപിച്ചതിനാണ് മുഷാവറ അംഗം അസ്ഹർ അലി ഫൈസിയെ. നോണ പറയുമ്പോ ഒന്ന് നോക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ? റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സമസ്തയിൽ ജാമിയ നൂരിയയിലെ അധ്യാപകനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ അധിക്ഷേപിച്ചതിനാണ് മുഷാവറ അംഗം അസ്ഹർ അലി ഫൈസിയെ ജാമിയ കമ്മിറ്റി പിരിച്ചുവിട്ടത്. മറ്റന്നാൾ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ്. പോകുന്ന ഒരു സാഹചര്യം അത് സംസ്ഥയിലെ പ്രശ്നങ്ങളൊക്കെ തീർത്തു അല്ലെങ്കിൽ തീർന്നു എന്ന് കരുതിയിരുന്നിടത്തു നിന്ന് എവിടെയാണ് പാളുന്നത്? സുജ, കഴിഞ്ഞ 26 ചേർന്ന പട്ടിക്കാട് ജാമിയ നൂരിയയുടെ യോഗത്തിൽ വെച്ച് അതിന്റെ ഭാരവാഹി മീറ്റിംഗിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവിടുത്തെ അധ്യാപകനായിരുന്ന സമസ്ത കേന്ദ്ര മുഷാവറ കൂടിയായിട്ടുള്ള പട്ടിക്കാട് അസ്ഹർ അലി ഫൈസിയെ ഈ ജാമ്യയിൽ നിന്ന് അധ്യാപക പദവിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചിരുന്നത്. ആ തീരുമാനം പിന്നീട് അസ്ഹർ അലി ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ സമസ്തയിൽ വീണ്ടും ഈ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരായിട്ടുള്ള ഇവന്റെ സംസാരം നോക്കിങ്ങളെ. ഇവന് ഫൈസോണ സംശയമുണ്ട്. പച്ച നോണ പറയാ. സമസ്തയിൽ രണ്ട് വിഭാഗം. ഒന്ന് ഏതാണ്? ലീഗ് വിരുദ്ധ വിഭാഗം. ആർക്ക് ലീഗിനോട് ഇവിടെ വിരോധമുള്ളത്? നമ്മൾ കാര്യം പറയുമ്പോ അവര് ലീഗ് വിരുദ്ധം ഒന്ന് മുദ്ര കുത്തും. അത് ഓക്കെ. സമസ്തയിൽ അങ്ങനത്തെ ഒരു വിഭാഗമില്ല. അത് വാഫികൾ പറഞ്ഞുണ്ടാക്കിയ വിഷയല്ലേ. അത് ഹക്കീം ഫൈസിന്റെ ആൾക്കാർ പറഞ്ഞ പച്ചക്കള്ളം ലീഗേരും ബാക്കിയുള്ളവരും വിശ്വസിച്ചു. ചാനൽ മീഡിയകളടക്കം അല്ലെ, കേരളത്തിൽ അറിയപ്പെട്ട മീഡിയകൾ ഇങ്ങനെ നോണ പറയുമ്പോ ബാക്കി വിഷയത്തിൽ എത്രത്തോളം കള്ളം പറയുന്നുണ്ടാവും ഈ സമുദായത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ? ലക്ഷക്കണക്കിന് ആൾക്കാരെ മുമ്പിൽ വന്നിട്ട് പച്ച കള്ളം പറയാ. സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം കൂടുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഈ വിഭാഗീയത കൂട്ടി സമസ്ത ലീഗ് ഭിന്നിപ്പ് കൂടുതൽ വശത്തിൽ കൊണ്ട് മീഡിയകൾക്ക് ആഘോഷിക്കണം. ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയും. ഞങ്ങളെ ലക്ഷ്യം ഇത്രേ ഉള്ളൂ. നിങ്ങളിനി എത്ര ലീഗ് വിരുദ്ധരാക്കിയാലും പിന്നെ എന്താക്കിയാലും അല്ലെ, കമ്മ്യൂണിസ്റ്റുകാരാക്കി ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ബഹുമാനപ്പെട്ട സമസ്ത. അതിനി ഏത് മതക്കാരാവട്ടെ ആരാവട്ടെ, സമസ്ത എന്ന് പറഞ്ഞാൽ ഇവിടെ പാരമ്പര്യ ഇസ്ലാമാണ്, പാരമ്പര്യ ദീനാണ്. ഈ ദീൻ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ജീവിച്ചപ്പോൾ ജീവിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കൂല. ഇസ്ലാം പാരമ്പര്യമാണ്. ഇസ്ലാം ഒരിക്കലും ഒരു ഖുർആന് പരിഭാഷ വായിച്ചിട്ടോ ഹദീസ് നോക്കിയിട്ടോ മനസ്സിലാക്കാൻ പറ്റിയൊരു സംഭവമല്ല. പാരമ്പര്യമായിട്ട് കൈമാറി വരണം. ആ ഒരു പാരമ്പര്യം ഇവിടെ സമസ്തക്കുണ്ട്. ആ സമസ്തക്കെതിരെ പാണക്കാട് തങ്ങന്മാരും ലീഗിന്റെ നേതാക്കന്മാരും ഇതിനെതിരെ വരുമ്പോ ഈ സമസ്തക്കും വേണ്ടി സംസാരിക്കും. അത് ലീഗ് വിരുദ്ധരല്ല. ഇന്ന് ഉസ്താദ്മാരടക്കം പല ആളുകളും പറയേണ്ട വിഷയം ലീഗ് വിരുദ്ധ വിഭാഗം. എന്നാലോ ഈ ലീഗ് വിരുദ്ധ വിഭാഗം എന്ന് പറയുന്ന ആൾക്കാരെ കൂട്ടത്തിൽപ്പെട്ട നേതാക്കന്മാരൊക്കെ അവരവരുടെ നാട്ടിൽ ലീഗിന്റെ നേതാക്കന്മാരും. അല്ലെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പറയുന്ന പോലെ സത്യമാണ് എന്നുണ്ടെങ്കിൽ ഇന്നിൽ സമസ്തക്കാരായ ഈ സമസ്തന്റെ കൂടെ നിൽക്കേണ്ട ആൾക്കാരെ ലീഗിൽ നിന്ന് പുറത്താക്കണം. അല്ലെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ട പറയുന്ന ആള് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ അടക്കം പറയണ്ടല്ലോ പിന്നെ സമസ്ത ലീഗ് വിരുദ്ധ വിഭാഗം. അങ്ങനെയാണെങ്കിൽ ഹമീദ് ഫൈസ് അടക്കമുള്ള നേതാക്കന്മാരെ നിങ്ങൾ ലീഗിൽ നിന്ന് പുറത്താക്കണം. അത് ചെയ്യോ? ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പോരാ. അത് ആരാണെങ്കിലും സമസ്തക്കാരൻ കള്ളം പറയൂല. ഇത് ഈ പെണ്ണും ഈ വാർത്ത വായിക്കുന്ന ചെങ്ങായി മുസ്ലിം നാമധാരിയാണ്. മുസ്ലിം ആവട്ടെ, ഹൈന്ദവനാവട്ടെ, ക്രിസ്ത്യനാവട്ടെ, ആരും കള്ളം പറയാൻ പാടില്ല. അത് ഏത് രാഷ്ട്രീയക്കാരനായാലും നോണ പറയരുത്.
അല്ലെ മാറ്റി ഒങ്ങി വന്ന് കോട്ടൊക്കെ ഇട്ട് പോകുന്ന മീഡിയന്റെ മൈക്ക് പൊള്ളു പറയും. എത്ര കാലമായി തുടങ്ങിയിട്ട്, എത്ര കാലമായി ഇതായിട്ട്. നിങ്ങൾ സമസ്തയെ കുറിച്ച് പഠിക്കണം. ഓരോരുത്തരും എന്താണ് സമസ്ത എന്ന് പഠിക്കണം. എങ്ങനെ പഠിക്കണം? വായിച്ചും കേട്ടും പഠിച്ച ജീവിതം ശുദ്ധമാക്കണം, ജീവിതം നന്നാക്കണം, കള്ളം പറയുന്ന പണി നിർത്തണം. അല്ലേ? ഇതൊക്കെ പറയുമ്പോ എന്താ പറയുക, ഞാൻ പറയുമ്പോ എന്റെ സൗണ്ട് കുറച്ച് കൂടും. ഞാൻ ആരോടും ദേഷ്യം കൊണ്ടല്ല, എന്താണെന്നറിയില്ല, അമ്മാരി വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ ഈ സമസ്തന്റെ അകത്ത് മാത്രമല്ല, പൊതുവെ സമുദായത്തിൽ നിന്നല്ല, നമ്മുടെ രാജ്യത്ത് ലോകത്ത് മൊത്തം കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, ഒരു കളവ് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ഇപ്പൊ സമസ്തക്കാരെ പണി എന്താ? ഞങ്ങൾ ലീഗാണോ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കണ്ടോ, ഞങ്ങൾ വേറെ ആക്കണ്ടോ, അത് ആവശ്യമില്ല. നമുക്ക് സമസ്ത പറഞ്ഞാൽ മതി. സത്യം പറയണം, അതിന്റെ അപ്പുറം ഒന്നുമില്ല കേട്ടോ. എന്താണ് സമസ്ത ഞങ്ങൾ പറഞ്ഞുതരാം. എന്താ സമസ്ത എന്താണ്? ഇത് ഞാനിപ്പോ പെടുണ്ട ഈ ഉസ്താമാരുടെ പ്രസംഗം നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? ഈ ചെങ്ങാനൊക്കെ കുറച്ചുകൂടി കേക്കി. അധ്യക്ഷൻ ജഫ്രി മുത്തുക്കോത്തങ്ങളും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർ യോഗം ചേർന്നുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ യോഗം ചേർന്നുകൊണ്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം തന്നെ നടത്തിയിരുന്നു. ഇരു വിഭാഗവും ഇന്റെ വിഷയം ഇത്രയുള്ളൂ. ഇരു വിഭാഗമില്ല, സമസ്ത ഒരൊറ്റ വിഭാഗമുള്ളൂ. അവര് സമസ്തനെ പൂർണ്ണമായിട്ട് അനുസരിക്കും. സമസ്തക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താവണം? 40 അംഗ മുഷാവറ ഒരു കാര്യം പറഞ്ഞാൽ അതിങ്ങനെ ഓൽക്ക് നേരം പെട്ടിട്ടില്ല, ബാക്കിയുള്ള പറഞ്ഞ ആവശ്യമില്ല. നമുക്ക് യോജിക്കാൻ പറ്റിയ വിഷയം അല്ലെങ്കിൽ പോലും, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയങ്ങൾ ആണെങ്കിൽ പോലും ബഹുമാനപ്പെട്ട സമസ്ത നേതൃത്വം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ തർക്കിക്കാൻ പറയുക, അവനാണ് സമസ്തക്കാരൻ, അല്ലാത്തവൻ സമസ്തക്കാരനല്ല. അപ്പൊ എന്താണ്? സമസ്ത ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നേതാക്കന്മാരാവാനും അവർക്ക് സമസ്തന് വേദി വന്നിരിക്കാനും അവർക്ക് പലതും നേടാമാണ് സമസ്തന് കൂടെ നിന്നു. അതിന്റെ അപ്പുറം ഒന്നുമില്ല. സമസ്തക്കാരെ അത് പാണക്കാട് തങ്ങൾ ആയാലും മുഷാവറ മെമ്പർ ആയാലും ഏതുപോലെ നേതാവായാലും സമസ്ത നേതൃത്വം പുറത്തൊരു തീരുമാനം പറഞ്ഞാൽ അതിനെതിരെ മിണ്ടൂല. അതല്ല സമസ്തക്കാരൻ അല്ലേ? അത് ഞങ്ങൾക്ക് രഹസ്യങ്ങളില്ല. ഏത് മതവിഭാഗത്തിന്റെ മുമ്പിലും ആരെ മുമ്പിൽ സമസ്തക്കാരൻ സമസ്തയുടെ നിലപാട് പറയും. ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ട് കഴിഞ്ഞല്ലേ? നൂറ്റാണ്ട് തേഞ്ഞു. അതിന്റെ മുമ്പേ പ്രവാചകന്റെ മുത്ത് നബിന്റെ കാലത്തെ ഇവിടെ അള്ളാഹുവിന്റെ ദീനുണ്ട്. ആ ദീന് കൈമാറി വന്ന പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന് തുടർച്ചയാണ് ബഹുമാനപ്പെട്ട സമസ്ത. അത് ലീഗ് വിരുദ്ധ കൂട്ടല്ല. അത് ലീഗ് വിരുദ്ധ കൂട്ടാണെങ്കിൽ നിങ്ങളെ നാട്ടില് സമസ്തന്റെ കൂടെ നിൽക്കേണ്ട മൂല്യന്മാരെയും ആ നാടന്മാർ സ്ഥാനങ്ങൾക്ക് ലീഗിൽ നിന്ന് പിരിച്ചുവിടണം. അനക്ക് മാനസിക രോഗം ഒരു സുഖല്ലടോ. മാനസികമായിക്കോട്ടെ, എന്താ പ്രശ്നം? എന്താ അല്ലേ? എന്താണ് സമസ്ത? ഞാൻ പറഞ്ഞിരുന്നത് ഈ വീഡിയോ, ഈ സംസാരം നിങ്ങൾ വിശ്വസിക്കോ? ഇത് എത്ര സമസ്തക്കാർ വിശ്വസിക്കും? ഇതാണ് സമസ്ത. ഞാൻ കേൾപ്പിച്ചുതരാം. ഒരു സമസ്തക്കാരൻ സമസ്തയെ മനസ്സിലാക്കേണ്ടി നിങ്ങൾ ഞാൻ പറയേണ്ട കേൾക്കണ്ട, ഉസ്താദ്മാരെ പറഞ്ഞ് കേൾക്കി. ഇട്ടുതരാം, ഒരു പ്രസംഗമുണ്ട്. എന്താണ് സമസ്ത നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇസ്ലാം അള്ളാഹുവിന്റെ റസൂലും അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അവനെ സമസ്തനെ തിരിയുള്ളൂ, അവനെ ഈ ദീനിനെ തിരിയുള്ളൂ, അവനെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാത്തവൻ പരിഹസിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ ലീഗ് വിരുദ്ധ കൂട്ട സമസ്തയില്ല. സമസ്തക്കാരുണ്ടാവും. ഇത് കേക്കി. ഈ ഉസ്താദ്മാരെ സംസാരം എത്ര ആള് വിശ്വസിക്കും? ഇതാണ് സമസ്ത. നിങ്ങൾ കേക്കി. കണ്ണിയത്ത് ഉസ്താദ് ഇവർ എന്റെ മുറബിയായ ശേഖന്മാരാണ്. കേക്കി. ഇത് സമസ്ത തിരിഞ്ഞ ആൾക്കാരാട്ടോ. കേക്കി. നിങ്ങള് എന്നെ തെർബിയത്ത് ചെയ്യുന്നത്, എനിക്ക് പ്രോത്സാഹനം നൽകുന്നത്, ഞാൻ കുടുങ്ങിയ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നതും തവസ്സുലാക്കുന്നതും എന്റെ മശായിഖന്മാരെ കൊണ്ടാണ്. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മുതൽ ബഹുമാനപ്പെട്ട മശായിഖന്മാരുടെ ഒരു സിൽസില പോയി അവസാനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വരെ ശംസുൽ ഉലമയിൽ നിന്ന് ഞാൻ കരസ്ഥമാക്കിയ സനതാണ് എന്റെ കൈവശമുള്ളത്. ആ മശായിഖന്മാർ എന്നെ തെർബിയത്ത് ചെയ്യാൻ ധാരാളം മതി എന്നുള്ള അനുഭവമാണ്. അതിന്റെ പുറത്ത് നിങ്ങൾ കേട്ടോ, നിങ്ങൾ ഉസ്താദ്, അത് സൽമാൻ അദർ ഉസ്താദ് കേട്ടോ.
നിങ്ങൾ അവരുടെ സംസാരം കേട്ടോ. ഇത് വെറുതെ പറയല്ല. ഇതൊക്കെ തിരിയണം എന്നുണ്ടെങ്കിൽ ദീന് പാരമ്പര്യ ഇസ്ലാമിൽ തന്നെ നിൽക്കണം. അവന് തിരിയും. അതാ ഞാൻ പാരമ്പര്യ ഇസ്ലാമിൽ പറഞ്ഞാൽ മാത്രം പോരാ, കൈമാറി കിട്ടിയ ദീന് അതുപോലെ നമ്മളെ കയ്യിൽ ഉണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. അതുള്ളവനക്ക് അത് ബോധ്യമാവും. അതില്ലാത്തവൻ പറയുന്നത് അത് ഷിർക്കാണെന്ന് പറയും, അത് തൗഹീദ് അല്ല എന്ന് പറയും, അത് അന്ധവിശ്വാസം എന്ന് പറയും. അത് അനുഭവിക്കണം. ഉദാഹരണം ഞാൻ അപ്പം നമ്മൾ ആരിഫ് ഹുസൈനോട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ഓനക്ക് എന്തെങ്കിലും ഞാൻ എപ്പോഴും പറഞ്ഞു വെച്ചാൽ തിരിയോ? ആരിഫ് ഹുസൈൻ അള്ളാഹിനെ തിരിയൂല. കാരണം അത് ഓനക്കത് അറിയാനുള്ള താല്പര്യമില്ല, ഓനക്ക് വിരോധമാണ്, ഓനക്ക് അതിനെതിരെ പറയണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. സത്യം അറിയാനുള്ള മനസ്സില്ല. ഇനി അവനോട് നമ്മൾ ഖുർആാനും ഹദീസും ബാക്കിയും ഒക്കെ തിരിഞ്ഞു കൊടുത്തു കൂട്ടും ഓനക്ക് തിരിയോ? ഓന്റെ മുമ്പിൽ നമ്മൾ സംസാരം കൊണ്ട് ജയിച്ചാൽ ഓനക്ക് അള്ളാഹുവിനെ തിരിയോ? എന്ത് വേണം അവന്? അവനക്ക് തോന്നണ എന്ത്? എനിക്ക് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിനെ എനിക്ക് അറിയണം എന്നുള്ള ഒരു ബോധം ഓനക്ക് വേണം. അവിടുന്ന് പോകാൻ തുടങ്ങണം, അവിടുന്ന് പോകാൻ നന്നാവണം. അവന്റെ ഭാഗത്ത് തെറ്റുകൾ അവൻ തിരുത്തണം, തിരുത്തി മുമ്പോട്ട് വരണം. ചരിത്രങ്ങൾ പഠിക്കണം, കഥകൾക്ക് പിന്നാലെ പോവാതെ ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രം പഠിക്കണം, മനുഷ്യന്റെ ചരിത്രം പഠിക്കണം. എവിടുന്ന് വന്നു എവിടേക്ക് പോകണം എന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ അവനക്ക് തിരിയും, ആർക്കും തിരിയും. പടച്ചോനല്ലേ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കേണ്ട ആളാരാ? റബ്ബാണ്. പടപ്പുകളല്ല, പടപ്പുകളെക്കാളേറെ പടച്ചോ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ അടുത്താണ്. പക്ഷെ നമ്മൾ അകലാൻ വേണ്ടി ശ്രമിക്കണേ, പടച്ചോൻ അടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. നമ്മൾ ഒന്ന് അടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അള്ളാഹു ഇങ്ങോട്ട് അടുക്കും. അതിന് ശ്രമമുണ്ടോ? നമ്മൾ സംഘടന പറയും, സമസ്ത സംഘടന അല്ല. നമ്മൾ നേതാവാവും. നേതാവ് ആവലല്ല, ജീവിതത്തിന്റെ ഭാഗമാവണം. അപ്പൊ തിരിയും. ഈ ഉസ്താദന്മാരൊക്കെ അത് അനുഭവിച്ച ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ അവരെ കൂടെ കൂടും. അവർ എന്താ ചെയ്യുന്നു, അവരെന്താ പറയുന്നു ഞങ്ങൾ കേൾക്കും, അത് അനുസരിക്കും. അവരെ മുമ്പിൽ അതബോടെ ചെന്നിരിക്കും. നിങ്ങൾ വേറെ കേൾക്കി, വേറെ ഒരു ഉസ്താദ് കേൾക്കി, സമസ്ത മുഷാവറ മെമ്പറാണ്, കേൾക്കി. പേരുകൾ ഞാനിങ്ങനെ ചെല്ലുമ്പോൾ എല്ലാ പതികളും എതിർത്ത് വരുമ്പടോ എന്ന് പറയുകയുണ്ട്. കേട്ടോ? അതിന്റെ പിന്നിൽ പൂർണ്ണ ഇപ്പൊ പറഞ്ഞ വാക്ക് ഒരിക്കലും ഒരു സുഹാബിക്കോ ഒരു വഹാബിക്കോ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയൂല. എന്താ കാരണം? അവന്റെ കൽബ് ഇരുട്ടായിട്ട് പോയി. ഉസ്താദ് പറഞ്ഞ വാക്കെന്താ? മഹാനായ ഷംസുൽ ഉലമ ബദരീങ്ങളെ പേര് ഉച്ചരിക്കുമ്പോ ആ ബദരീങ്ങൾ എന്റെ അടുത്ത് വരുമടോ എന്ന് മഹാനായ ഷംസുൽ ഉലമ പറഞ്ഞു എന്ന് പറയുമ്പോ അത് എനിക്ക് വിശ്വാസമാണ്, സമസ്തക്കാർക്ക് വിശ്വാസമാണ്. അത് അറിയണമെങ്കിൽ എന്തോ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ജീവിതം വിശുദ്ധമാക്കണം. ഹറാമായത് ഇന്റെ പള്ളിയിലില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റണം. നമ്മള് വലിയ കൊട്ടാരം പണിയും, വീട് പണിയും, പൈസ ഉണ്ടാവൂല അല്ലെ? ആരിപ്പോ ശമ്പളമുള്ള 10 ലക്ഷം റുപ്യന് വീട് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. പലിശ അവന്റെ പള്ളിയിലായോ? ഹറാമ് വന്നോ? അല്ലെ? എവിടുന്നാണെങ്കിലും ഈ കടയിൽ ജോലിക്ക് നിൽക്കണ അവന്റെ മുതലാളി പറയാത്ത അല്ല, മുതലാളി അറിയാതെ മുതലാളിയുടെ പൈസ കട്ടുണ്ടാവും. ഞാൻ ഹൗസ് ഡ്രൈവറാണ്, പൊതുവെ ഞാൻ എല്ലാരും കുറ്റം പറയില്ല. എണ്ണ അടിക്കുമ്പോ എന്ത് ചെയ്യും? അവിടുന്ന് കുറച്ച് 5 ദിനാറിന് എണ്ണ അടിച്ച് ബാക്കിയുള്ള പൈസ കുറച്ച് ഏറെ വാങ്ങിയിട്ട് അത് അവന്റെ പോക്കറ്റിൽ ഇടും, അതവന് വീട്ടിൽ അയക്കും. ഈ ഹറാമ് വയറ്റിലേക്ക് കയറി ഒരാൾക്ക് എന്താ ദീനിയെന്ന് തിരിയൂല. ഓന് കിതാബിന്റെ അക്കും പിന്നെ ഖുർആന്റെ ആത്മാപൂർവ്വം അർത്ഥം പറയും. നമ്മളെക്കാളെ ഓനക്ക് നല്ല തിരിയും, പക്ഷെ ഓനക്ക് അള്ളാനെ തിരിയൂല. ആ റൂട്ട് കിട്ടൂല. നമ്മൾ നമ്മൾ എത്ര ദീന് പറഞ്ഞാലും ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? എന്റെ ജീവിതത്തിൽ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ദീനുണ്ടോ എന്നുള്ള പരിശോധന നമുക്ക് വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സാമ്പത്തിക വിഷയം മാത്രമല്ല, നമ്മളെ വ്യക്തി ജീവിതം ശുദ്ധീകരിക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആർക്കും തിരിയൂല. തിരിയാൻ കുറച്ച് പണിയെടുത്ത് കിട്ടണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ ഉസ്താദന്മാർക്ക് പറഞ്ഞ് ഞാൻ തിരുത്തും. വിവരമുള്ള ആളല്ല, ഞാൻ തിരുത്തും. സാധാരണക്കാരനാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും മോശപ്പെട്ട വാക്കുണ്ടോ? ഞാൻ പറഞ്ഞ വാക്കുകൾ ഇസ്ലാമിന് നിരക്കാത്ത വാക്കുകളുണ്ടോ? ഞാൻ പറഞ്ഞ വാക്കാണ് പൊട്ടത്തരണ്ടോ? എന്നോട് പറഞ്ഞാൽ എന്നോടല്ല, പരസ്യമായിട്ട് പറഞ്ഞോ. എന്നെ പരീക്ഷന്റെ പോട്ടം വെച്ചിട്ട് വിട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ പണിപ്പ അതല്ലേ അല്ലെ? തൃണമൂൽ മറ്റേ കോൺഗ്രസിലേക്ക് മാറി അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറി പറഞ്ഞ ഫോട്ടം വെച്ചാണ് പ്രചരിപ്പിക്കുക. എനിക്ക് ഒരു കുഴപ്പമില്ല. അതുപോലെ എന്ത് ചെയ്യാ? എന്റെ ഭാഗത്ത് തെറ്റ് നിങ്ങൾക്ക് പരസ്യപ്പെടുത്താ. ഞാൻ തിരുത്തും. അള്ളാഹു കാരുണ്യവാൻ, അള്ളാഹു പുറത്ത് തരൂലേ? അല്ല, ഇതാണ് സമസ്ത.
ഇത് ലീഗ് വിരുദ്ധ കൂട്ടായ്മയല്ല, ഇത് യഥാർത്ഥ ഹക്കായ ഇസ്ലാമിന്റെ മാർഗാണ്. അവരാണ് പെരിന്തൽമണ്ണ സമ്മേളനം വെക്കണ്ടേ. അല്ല ലീഗ് വിരുദ്ധ കൂട്ടം എന്ന് പറയരുത്. പറഞ്ഞോ, നീ പച്ച പൊള്ളാണ്, കളവാണ് പറയേണ്ടത്. ഏത് മാധ്യമങ്ങളായാലും ഏത് നേതാവായാലും ലീഗ് വിരോധം ഒരു ലീഗിനോടുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിനോടും ഒരു മതത്തിനോടും ഒരാളോടും ഒരു യഥാർത്ഥ വിശ്വാസിക്ക് വിരോധം ഉണ്ടാവില്ല. അവന്റെ ദീനനുസരിച്ച് സുഖമായിട്ട് ജീവിച്ചു പോവും. അവന്റെ മാർഗം അവൻ പറഞ്ഞു കൊടുക്കും. അതിലേക്ക് വന്ന അവന് ആയി. നമുക്ക് എന്താണ്, ഇങ്ങനെ ഒരു സത്യം ഉണ്ട് ഇവിടെ, അല്ലെ? ഏക ദൈവമുണ്ട്, അള്ളാഹുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് നിർബന്ധിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പറയണം, നമ്മൾ പഠിക്കണം, നമ്മൾ അതനുസരിച്ച് ജീവിക്കണം. അല്ലാതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ് സമസ്ത. ഇനി നിങ്ങൾ ജിഫ്രി തങ്ങളെ പ്രസംഗം കേൾക്കി, ഇതാണ് സമസ്ത. അത് കേൾക്കി. ഞാൻ ഉസ്താദ്മാരെ പ്രസംഗം വെക്കാൻ വേണ്ടി, കാരണം എന്റെ വാക്ക് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല, ഉസ്താദ്മാരെ വിശ്വാസം ഉണ്ടാവില്ലോ. അത് കേൾക്കി. എന്നിട്ട് എന്ത് ചെയ്യാ, അവരെ ചെന്ന് കണ്ടിട്ട് അവരോട് ചോദിക്കണം എങ്ങനെ ഞാൻ ജീവിക്കണം എന്ന്. അവരോട് ചെന്ന് ചോദിക്കേ. എന്നിട്ട് അവർ പറഞ്ഞപ്പോൾ അനുസരിച്ച് ജീവിക്കേ. അപ്പൊ അവര് പോയ മാർഗം എനിക്ക് കാണാൻ വേണ്ടി പറ്റും, എനിക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും. ഇത് കേൾക്കേ, ബാക്കിയുള്ളത് പറയും. അടി നിറച്ചുകൊണ്ടിട്ട് ഇതൊരു തെയ്യക്കത്താണ് യഥാർത്ഥത്തിൽ കേട്ടോ. മനസ്സിലാക്കണം. സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറഞ്ഞ ഒരു തെയ്യക്കത്താണ്. പിന്നെ അവിടെ ഇവിടെ പല തെയ്യക്കത്തിൽ പോയി കൂടേണ്ട ആവശ്യമില്ല. കാരണം തെയ്യക്കത്ത് എന്ന് പറഞ്ഞാൽ ശരിയായ ഇസ്ലാമിന്റെ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കുക. അതാണ് മഹാന്മാരൊക്കെ ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ കാലത്തും അങ്ങനെ തന്നെ പുതിയ പേരിൽ അത് അറിയപ്പെട്ടില്ല എന്ന് മാത്രം. നിങ്ങൾ കേട്ടോ, സയ്യിദുൽ പറഞ്ഞ കേട്ടോ, അത് യഥാർത്ഥ വഴിയാണ് എന്ന്. അവരെ ചെന്ന് കാണുക, അവരോട് സംസാരിക്കുക. നിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ അവരെ തിറ്റിത്തരും. നീ ഇന്ന പോലെ ജീവിക്കുക എന്ന് അവര് നമ്മൾ സാധാരണക്കാർക്ക് രാഷ്ട്രീയവും നമ്മൾ വലിയ തിരക്കിലൊക്കെ ഇക്കാരം. അല്ല തെറ്റുകൾ മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റൂലേ? ഒരു തെറ്റില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? എന്ത് വേണം? നമ്മൾ ഉസ്താദ്മാരെ ചെന്ന് കാണുക, നമ്മൾ നന്നാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്കുള്ള അതിനുള്ള വാതിലുകൾ അള്ളാഹു തുറന്നു തരും. നമുക്ക് അതിനുള്ള ആളുകൾ അള്ളാഹു കാണിച്ചു തരും. ആരടുത്തേക്ക് പോകണമെന്ന് അവർ കാണിച്ചു തരും. നമ്മൾ കറാമത്തും ബാക്കിയുള്ള കേട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പായാൻ നിൽക്കേണ്ട ആവശ്യമില്ല. സ്വന്തം ജീവിതം നന്നാക്കുക. അപ്പൊ നമുക്ക് അള്ളാഹു വഴികൾ തുറന്നു തരും. അത്ഭുതങ്ങളല്ല, അത്ഭുതങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ല. അത്ഭുതം ആർക്കും കാണിച്ചൂടെ? അവിടെ കറാമത്തോ ഇവിടെ കറാമത്തോ അങ്ങനെ തെരഞ്ഞ കറാമത്ത് ഇങ്ങനെ പറഞ്ഞ് അനാവശ്യമായിട്ട് പറഞ്ഞ് ഉദാക്കുന്ന സംഭവമൊന്നുമല്ല. അത്ഭുതമാണോ അത്? നമ്മൾ ജീവിതം നന്നാക്കുക. ഈ ഇരുണ്ട കാലത്ത് ഹറാമിലേക്ക് പോവാനുള്ള എല്ലാ മാർഗങ്ങളും നമുക്ക് കൺമുമ്പിൽ തുറന്നു ഇതാണ് തുറന്നു വെച്ചാൽ, ഇതാണ് നമ്മളെ മുമ്പിൽ ഇതാണ്ട് വന്നാൽ നമുക്ക് എന്തും കാണാം. ഈ റൂമിൽ ഇരുന്നിട്ട് ഈ വണ്ടി ഇരുന്നിട്ടോ റൂമിൽ എനിക്ക് ഇതിൽ എന്തും തുറന്നു കാണാം. ആരെങ്കിലും കാണോ? നമ്മളെ കൈത്തുമ്പിൽ എല്ലാം പടച്ച റബ്ബ് കാണിച്ചു തന്നു. ഇതാണ് തോണ്ടിയാൽ യൂട്യൂബ് അല്ലെങ്കിൽ ബാക്കി തുറന്നാൽ എന്താവും? നമുക്ക് എല്ലാം നമ്മളെ കണ്ണുകൊണ്ട് കാണാം. ആരും കാണൂല. ആരോടും സംസാരിക്ക, അന്യ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് എന്തും ചെയ്യാ, അല്ലെ? ഈ കാലത്ത് എല്ലാത്തിനും സൗകര്യം. ഈ കാലത്ത് നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനുള്ള ചെറിയൊരു ചിന്ത വന്നാൽ മതി, ബാക്കി അള്ളാഹു എളുപ്പാക്കി തരും. ആർക്കും കിട്ടും. നമ്മളിങ്ങനെ ഇന്റെ മതം അത്, ഇന്റെ മതം ഇത്, ഇന്റെ സംഘടന അത്, ഇന്റെ സംഘടന മറ്റേത് മറിച്ചെങ്കിൽ പറയല്ലോ. ഞാൻ എന്റെ മതം പറഞ്ഞപ്പോൾ ഞാൻ ജീവിക്കട്ടെ എന്ന് ആരെങ്കിലും പറയോ? അവനവന്റെ മതത്തിന്റെ മഹത്വം പറയാന്ന് മാത്രമല്ല, ആ മഹത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് പടച്ചോനിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന്റെ അപ്പുറം ഒന്നുമില്ല. അത് വർഗീയതല്ല. ഒരു മുസ്ലിമാണോ അവൻ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുക. നമ്മൾ നടന്നാൽ നമുക്ക് ഒരിക്കലും പടച്ചോനെ കണ്ടെത്താതിരിക്കാൻ കഴിയൂല. നമ്മൾ ശ്രമിച്ചാൽ ആ പണി നടക്കും. അത് നടക്കും. അത് 100% ഉറപ്പാണ്. നമ്മളെ പഴപ്പിക്കാൻ പലരും വരും. പക്ഷെ നമുക്ക് മനസ്സ് ഉറച്ച നമ്മൾ പഴച്ചു പോകൂല. നമുക്ക് അഹങ്കാരം, ഞാൻ നന്നായി എന്നോ എന്റെ ഇബാദത്ത് കൊണ്ട് എന്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ പോലെ മഹത്വപ്പെട്ടവനായി എന്ന് തുടങ്ങിയ അവിടെ പഴിച്ചു. നമുക്ക് അഹങ്കാരല്ലേ, നമുക്ക് റബ്ബിനെ അറിയാം. അത്രയുള്ളൂ. നമ്മളെ മഹത്വം കൊണ്ടല്ല, അള്ളാഹുവിന്റെ കാരുണ്യാണ് അതൊക്കെ. അള്ളാഹുവിനെ അറിയാൻ വേണ്ടി ഒരാൾക്ക് സാധിച്ചോ, ആ മാർഗം കാണാൻ സാധിച്ചു. ഒരാൾക്ക് ഒരു യഥാർത്ഥ സമസ്തക്കാരനാവാൻ പറ്റോ? അത് അവന് അള്ളാഹു കൊടുത്ത കാരുണ്യാണ്. അത് ലീഗുകാരനാവാ, കോൺഗ്രസുകാരനാവാ, മതമില്ലെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാവാ, അവന് എന്ത് ചെയ്യണം? ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയുള്ള പണിയെടുക്കണം. ആത്മാർത്ഥമായിട്ട് ഇറങ്ങണം. അവൻ ചെയ്തു വെച്ച നന്മകൾ രാഷ്ട്രീയ ലാഭത്തിന് ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയല്ല. എന്ത് നന്മ ചെയ്താലും എല്ലാരും കാണിക്കണമല്ലോ എല്ലാവർക്കും. പിന്നെ എങ്ങനെ റബ്ബിനെ തിരിയും?
ആരൊക്കെ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുത്താൽ എന്തെങ്കിലും സഹായിച്ചാൽ അത് ഇന്റെ സഹായം ഞാൻ കൊടുത്തു, ഞാൻ പറഞ്ഞത് അവൻ അനുസരിക്കണം. മുതലാളിമാരെ ഒരു വിഷയം എന്താ, നമ്മൾ പടച്ചവനോട് സഹായം അല്ലെ, നമ്മൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ കൈ നീട്ട റബ്ബ് നമ്മളെ സഹായിക്കും, ആരും അറിയാതെ സഹായിക്കും. അതേ സ്ഥാനത്ത് നാട്ടിലെ മുതലാളിമാരെ അടുത്ത് പോയിട്ട് കൈ നീട്ടിയാലുള്ള അവസ്ഥ എന്താണ്? പിന്നെ അവന്റെ അടിമയായിട്ട് നിൽക്കണം. പടപ്പുകള് അടിമ ആയി നിൽക്കാതെ പടച്ചോന്റെ അടിമാറ്റി നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പൊ നമുക്ക് അള്ളാഹുവിന് സഹായങ്ങൾ ഉണ്ടാവും. അങ്ങനല്ലേ? നമുക്ക് വീടെടുക്കണം, നമുക്ക് നമ്മളെ കടം വീട്ടണം, നമുക്ക് അതിനു വേണ്ടി എന്ത് തോന്നിവാസം ചെയ്യണം. പണത്തിന്റെ അടിമകളാവുക, പണക്കാര അടിമകളാവുക. എവിടെ ഉണ്ടോ പണക്കാരൻ, എവിടെ പൈസ വാരി കൊടുക്കുന്നുണ്ടോ അങ്ങോട്ട് പോയ അല്ലേ? അതൊക്കെ മാറ്റിയിട്ട് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് റബ്ബിനോട് പറഞ്ഞ് കരയുക. കണ്ണുനീര് കൊണ്ട് കൽബിനെ വൃത്തിയാക്കാൻ വേണ്ടി പറ്റും. കണ്ണുനീര് കൊണ്ട് കൽബിനെ കഴുകി കളയാൻ വേണ്ടി പറ്റും. ഇരുന്ന് പറയാ, അഹങ്കാരം മാറ്റാ, ഞാൻ എന്നുള്ള അഹങ്കാരം മാറ്റാ. അത് ഏത് മൂലയിലായാലും ഏത് തങ്ങളായാലും ആരായാലും ഞാനാണ് ഇന്റെ തറവാടെന്നുള്ള അഹങ്കാരം മാറ്റുക. അപ്പം തിരിയും റബ്ബിന്, അല്ലാതെ തിരിയൂല. ഞാൻ പറഞ്ഞു വന്നത് സമ്മേളനം വെക്കുന്ന ലീഗ് വിരുദ്ധ കൂട്ടല്ല. ഇത് ബഹുമാനപ്പെട്ട സമസ്തനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച മനുഷ്യന്മാരാണ്. അവിടെ പോയിരുന്നോ, നന്നാവുള്ള വഴി അള്ളാഹു തുറന്നു തരും. അതിന്റെ അപ്പുറല്ല. അഹങ്കരിച്ച് മാറിയിരുന്നോ, അനക്ക് പോവാ. ആർക്കാണെങ്കിലും അഹങ്കാരിക്ക് നിൽക്കാൻ വേണ്ടി പറ്റിയ പ്രസ്ഥാനം അല്ല സമസ്ത. അത് അനുസരിക്കാനുള്ള അദബിനറിയണം. അദബാണ് സമസ്ത അല്ല. അദബുള്ളവർക്ക് മാത്രം അതിന് കൂടെ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. അദബിന്റെ അലിഫിനെ അറിയണം. അത് അള്ളാഹുവിന്റെ അലിഫാണ്. അതിലൂടെ അള്ളാഹുലേക്ക് കയറി പോകാൻ വേണ്ടി പറ്റും. അത് ഉമ്മയോടാവട്ടെ, ഭാര്യനോടാവട്ടെ, ആരോടാവട്ടെ അദബിലൂടെ നിൽക്കുക. സമസ്തയോട് അദബോടെ നിന്നില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അകലും 100%. നിങ്ങൾ ഏത് വഹാബി വന്ന് പറഞ്ഞാലും, ഏതാൾ വന്ന് ഞാൻ പറയും സുന്നത്ത് ജമാഅത്തിനെ അറിയാതെ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി കഴിയൂല. മഹാന്മാരെ അറിയാൻ വേണ്ടി കഴിയൂല. സമസ്ത ഹക്കാണ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നോട് ഞാൻ ആര് പറയണ്ട എന്ന് പറഞ്ഞ് ഞാൻ പറയും. സമസ്തക്കെതിരെ ആര് വന്നാലും കഴിയുന്ന ഇത് സോഷ്യൽ മീഡിയ മുഫ്തി എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഫിത്നക്കാരെന്ന് പറഞ്ഞോ, ലീഗ് വിരോധി എന്ന് പറഞ്ഞോ, സമസ്തക്കെതിരെ വന്നാൽ ഞാൻ പറയും. ജനാധിപത്യ സംവിധാനത്തിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ സാധാരണക്കാരാണ്, ഹൗസ് ഡ്രൈവറാണ്, ഒന്നുമില്ല കയ്യിൽ. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്യും, അത്രേ ഉള്ളൂ. അതുപോലെ സമസ്തക്ക് മുന്നോട്ട് ഇറങ്ങുക. അള്ളാഹു കൂടെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.